ഹാഫ് എ ഡേയിലെ അവസാനത്തെ 2 ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആക്ടിവിറ്റി 2ഉം ആക്ടിവിറ്റി 3ഉം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആക്ടിവിറ്റി 2. ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ, ദ നറേറ്റർ റീകോൾസ് ദ മെമ്മറീസ് ഓഫ് ഹിസ് വെരി ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഹാഫ് എ ഡേ എന്ന് പറയുന്ന കഥയിൽ നറേറ്റർ ഓർത്തെടുക്കുന്നു. റീകോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തെടുക്കുന്നു തൻ്റെ സ്കൂളിലത്തെ ആദ്യത്തെ ദിവസത്തെ കുറിച്ചിട്ട്. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നത് സ്കൂളിലത്തെ. നറേറ്റ് യുവർ എക്സ്പീരിയൻസസ് ടു ദ ക്ലാസ്. ക്ലാസ്സിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഓരോന്നായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. ഐ റിമെമ്പർ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ വെരി വെൽ. എൻ്റെ സ്കൂളിലത്തെ ആദ്യത്തെ ദിവസം എനിക്ക് നല്ല പോലെ ഓർമ്മയുണ്ട്. വെരി വെൽ എന്ന് പറയുമ്പോൾ നല്ല പോലെ. ഐ വാസ് എ ലിറ്റിൽ സ്കെയർഡ്. എനിക്ക് ചെറിയ ഭയമുണ്ടായിരുന്നു. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ ഭയം, പേടി. ബിക്കോസ് എവറിത്തിങ് വാസ് ന്യൂ ടു മീ. കാരണം എല്ലാം എനിക്ക് പുതിയതായിരുന്നു. മൈ പേരൻസ് ഡ്രോപ്ഡ് മീ ഓഫ്. ഈ ഡ്രോപ്ഡ് മീ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിറക്കുക എന്ന് പറയില്ല, ആ അർത്ഥത്തിലാണ് കേട്ടോ. അപ്പം എന്നെ സ്കൂളിൽ കൊണ്ടിറക്കിയത് എൻ്റെ പേരൻസ്, എൻ്റെ മാതാപിതാക്കളായിരുന്നു. ആൻഡ് ഐ ഡിഡിൻറ്റ് നോ എനി വൺ. എനിക്ക് ആരെയും അറിയുന്നുണ്ടായില്ല. ഐ ഫെൽറ്റ് ഷൈ. എനിക്ക് ഭയങ്കര നാണം തോന്നി. ഷൈ എന്ന് പറഞ്ഞാൽ നാണം. ആൻഡ് നെർവസ്. നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ. ബട്ട് മൈ ടീച്ചർ സ്മൈൽഡ് അറ്റ് മീ ആൻഡ് ദേ ഹെൽപ്ഡ് മീ ഫീൽ കംഫർട്ടബിൾ. പക്ഷേ എൻ്റെ ടീച്ചർ എന്നെ നോക്കി ചിരിച്ചു. ആൻഡ് എന്നെ സഹായിച്ചു. എന്തിനാ സഹായിച്ചത്? കംഫർട്ടബിൾ ആക്കാനായിട്ട് സഹായിച്ചു. സ്ലോലി ഐ മെയ്ഡ് ഫ്രണ്ട്സ്. പയ്യെ പയ്യെ ഞാൻ കൂട്ടുകാരെ ഉണ്ടാക്കി. ആൻഡ് സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഡേ. ആൻഡ് ആ ദിവസം എൻജോയ് ചെയ്ത് ആസ്വദിച്ചും തുടങ്ങി. വി സാങ് റൈംസ്. ഞങ്ങൾ റൈംസ് പാടി. കളേർഡ് പിക്ചേഴ്സ് കളർ ചെയ്തു. ആൻഡ് പ്ലേഡ് ഗെയിംസ് കളിച്ചു. ഇൻ ദ എൻഡ് ഐ ഡിഡിൻ വോണ്ട് ടു ഗോ ഹോം. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക്, അവസാനം ആയപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ പോണ്ട എന്നുള്ള രീതിയിൽ ആയി. ഇതെല്ലാവർക്കും ഒരേപോലെ എഴുതാൻ പറ്റുന്നൊരു ആൻസറാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ലഞ്ച് ഷെയർ ചെയ്തു, വി ഷെയർഡ് അവർ ലഞ്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എഴുതാം കേട്ടോ. മൂന്നാമത്തെ ആക്ടിവിറ്റിയിലോട്ട് നമുക്ക് വരാം. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. ഡ്രൈ യുവർ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര് തുടയ്ക്കാൻ. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീരാണ് കേട്ടോ. ആൻഡ് ലൈഫിനെ സന്തോഷത്തോടെ നേരിടൂ. സെഡ് ദ വുമൺ. ആ വുമൺ പറയുന്ന ഡയലോഗാണ്, അതുകൊണ്ടാണ് അത് ഡബിൾ കോട്ട്സിൽ പറയുന്നത്. ദീസ് വേർഡ്സ് കംഫർട്ടഡ് ദ നറേറ്റർ. ഈ വാക്കുകൾ നമ്മുടെ നറേറ്റർക്ക് ആശ്വാസം നൽകി. കംഫർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആശ്വാസം നൽകുക. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ വുമൺ. അപ്പോൾ ഈ ബോയും വുമണും തമ്മിൽ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം വരുവാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ബോയും വുമണും തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ബോയ്: ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റേ ഹിയർ. ഐ മിസ് മൈ ഫാദർ. ഐ ആം സ്കെയർഡ്. അപ്പോൾ ബോയ് എന്താ പറയുന്നത്? എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല, എനിക്കിവിടെ നിൽക്കണ്ട, എൻ്റെ അച്ഛനെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. ഐ എം സ്കെയർഡ്. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ പേടിയാവുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ വുമൺ പറയുന്നുണ്ട്, ഡോൺ ക്രൈ ഡിയർ. കരയണ്ട മോനെ. ദിസ് ഈസ് യുവർ ന്യൂ ഹോം. ഇതാണ് നിന്റെ പുതിയ വീട്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഇവിടെ നിനക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും. അപ്പോൾ ബോയ് പറയുന്നു, ഐ ഡോണ്ട് നോ എനി വൺ. എനിക്കിവിടെ ആരെയും അറിയില്ല. എനി വൺ എന്ന് വെച്ചാൽ ആരെയും. വാട്ട് വിൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ വുമൺ പറയുന്നുണ്ട്, യു വിൽ ലേൺ മെനി തിങ്സ് ഹിയർ. ഇവിടെ നിന്ന് നീ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ദർ ആർ അതർ ചിൽഡ്രൻ ലൈക്ക് യു. നിന്നെ പോലെ ഇവിടെ വേറെയും പിള്ളേരുണ്ട്. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പിള്ളേര്, കുട്ടികൾ. ദർ ആർ ഗെയിംസ്, ഫൺ ആൻഡ് ലവ് ഹിയർ ടു. ഇവിടെ എന്തൊക്കെയുണ്ട്? ഗെയിംസ് ഉണ്ട്, ഫൺ ഉണ്ട്, സ്നേഹം, ലവും ഉണ്ട്. ബോയ് അപ്പോൾ ചോദിക്കുകയാണ്, റിയലി ആണോ? അപ്പോൾ വുമൺ പറയുന്നു, യെസ്, അതെ. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. ഇനി നീ കണ്ണുനീര് തുടച്ചിട്ട് നിന്റെ ജീവിതം സന്തോഷത്തോടെ നേരിടും. എവറിത്തിങ് ഹിയർ വിൽ ഹെൽപ്പ് യു ഗ്രോ. ഇവിടെ ഉള്ള എല്ലാം നിന്നെ വളരാൻ സഹായിക്കും. ഗ്രോ എന്ന് വെച്ചാൽ വളരാനായിട്ട്. അപ്പോൾ ബോയ് ലാസ്റ്റ് പറയാണ്, ഓക്കെ, ഐ വിൽ ട്രൈ. ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കോൺവെർസേഷൻ മാറ്റാട്ടോ. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ ഈ ഒരു കോൺവെർസേഷൻ തന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.